ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ ഗോഡ്സൺ പൗലോസ്, എറണാകുളം CSI ഇമ്മാനുവൽ കത്തീഡ്രൽ സഭാംഗമാണ്. ജേർണി ത്രൂ ദ സാംസിന്റെ 254 ദിവസത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വേദഭാഗം 134 സങ്കീർത്തനമാണ്. ആരോഹണ ഗീതങ്ങൾ 120 സങ്കീർത്തനം മുതലാണ് ആരംഭിക്കുന്നത്. 15 സങ്കീർത്തനങ്ങളാണ് ആരോഹണ ഗീതത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. അതിൽ ഏറ്റവും അവസാനത്തെ സങ്കീർത്തനമാണ് 134 സങ്കീർത്തനം. 134 സങ്കീർത്തനം വളരെ ചെറുതും എന്നാൽ വളരെ ശക്തമായ ഒരു സങ്കീർത്തനമാണ്. അതിൽ 3 വാക്യങ്ങൾ മാത്രം അടങ്ങിയിരിക്കുന്നു. ഈ സങ്കീർത്തനത്തിൽ 4 പ്രധാന വിഷയങ്ങൾ ഉൾപ്പെടുന്നു. 1. ആരാധനയും സ്തുതിയും. 2. ദൈവത്തിന്റെ പരമാധികാരവും മഹത്വവും. 3. അനുഗ്രഹവും സംരക്ഷണവും. 4. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യം അംഗീകരിക്കേണ്ടതിന്റെ പ്രാധാന്യം. എല്ലാ സാഹചര്യങ്ങളിലും ദൈവത്തെ സ്തുതിക്കാൻ നമ്മെ ഓർമ്മിപ്പിക്കുന്ന മനോഹരവും ഉന്നമനം നൽകുന്നതുമായ ഒരു സങ്കീർത്തനമാണിത്. സങ്കീർത്തനക്കാരൻ 134 1 വാക്യത്തിൽ പറയുന്നു: കർത്താവിന്റെ ആലയത്തിൽ രാത്രി ശുശ്രൂഷ ചെയ്യുന്ന എല്ലാ കർത്താവിന്റെ ദാസന്മാരെ കർത്താവെ സ്തുതിപ്പിൻ. കർത്താവിന്റെ നന്ദിയും പരമാധികാരത്തെയും അംഗീകരിച്ചുകൊണ്ട് കൈകൾ ഉയർത്തി അവനെ വാഴ്ത്താൻ ഈ സങ്കീർത്തനം നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നു. ഇരുളടങ്ങിയ സമയങ്ങളിൽ പോലും ദൈവം എപ്പോഴും നമ്മോടൊപ്പം ഉണ്ടെന്നും നാം അവനെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നുമെന്നും അത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. 134 സങ്കീർത്തനത്തിലെ വാക്കുകൾ നന്ദിയോടെയും ആരാധനയോടെയും ഹൃദയം വളർത്തിയെടുക്കാൻ നമ്മെ പ്രചോദിപ്പിക്കട്ടെ. ഈ വചനത്താൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.